ഹലോ നമസ്കാരം. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് എനിക്ക് കൊച്ചി ഫ്ലവർ ഷോ കാണാൻ പോകാൻ പറ്റിയിട്ടോ. ന്യൂ ഇയർ ആയിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോയത് ലാസ്റ്റ് ഡേ ആയിരുന്നേ. അപ്പോഴത്തേക്കും ചെടികളുടെ പൂക്കളൊക്കെ ചെറുതായിട്ട് വാടി തുടങ്ങിയിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ചെടിപ്രേമികൾക്ക് അങ്ങനെയൊന്നും ഇല്ല അല്ലേ. ഏത് ചെടിയാണേലും ഇപ്പോൾ ചെടി കുറവാണേലും കുഴപ്പമില്ല, കൂടുതലാണെങ്കിൽ അതിയായി സന്തോഷമുള്ള ചെടികളൊക്കെ കാണാനായിട്ടല്ലേ. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നമുക്ക് പാർക്കിങ്ങിനൊക്കെ സ്ഥലം കിട്ടാതെ കുറേ വലഞ്ഞു വന്നിട്ട് വിചാരിച്ചു പോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു. എന്നാലും ഒരു തരത്തിൽ പാർക്ക് ചെയ്ത് നമ്മൾ കയറിയപ്പോൾ കുറച്ച് ലേറ്റായി, എന്നാലും കാണാൻ പറ്റി. പിന്നെ ചെടികളുടെ അറേഞ്ച്മെൻറ്റ്സൊക്കെ കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് മൊസാൻഡ പോയിൻസെറ്റിയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നതായിരുന്നു കേട്ടോ. നമ്മൾ കയറുന്നിടത്ത് കുറച്ച് ഓർക്കിഡ്സൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ കാണുന്ന ഗ്രൗണ്ട് ഓർക്കിഡ്സ് ആയിരുന്നു. പിന്നെ വേറെ കുറേ വെറൈറ്റി ഓർക്കിഡ്സൊക്കെ വെർട്ടിക്കൽ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ബിഗ് ഫ്ലവേഴ്സൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളത്. അതിൻ്റെ ഒന്നും പേരെനിക്ക് അത്ര അറിയത്തില്ല, ഞാൻ മറന്നുപോയി പേരുകളൊക്കെ. നല്ല ഭംഗിയുള്ളതുണ്ടായിരുന്നു. എന്നാലും എനിക്കൊരു മുമ്പ് ഏതോ ഒരു വർഷം കാണാൻ പോയതിൻ്റെ അത്ര ഒരു എടുപ്പ് തോന്നിയില്ല കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായമാണ്, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല. പിന്നെ ഉണ്ടല്ലോ ജമന്തിയൊക്കെ നിറയെ ഉണ്ടായിരുന്നു. നമ്മുടെ സാധാ നാടൻ ജമന്തി ഡ്വാർഫ് വെറൈറ്റിയിലെ അതൊക്കെ നിറയെ ഉണ്ടായിരുന്നു. സീനിയ ഫ്ലവേഴ്സൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതുപോലെ ഒരു പോണ്ട് സെറ്റ് ചെയ്ത് അതിന് ചുറ്റിനും ബ്രൊമേലിയാഡ്സ് പല ടൈപ്പിലുണ്ടായിരുന്നു. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബിഗ് പ്ലാന്റ്സ് ബ്രൊമേലിയാഡ്സ്. ഞാൻ ഇത്രയും വെറൈറ്റി ബ്രൊമേലിയാഡ്സ് ആദ്യമായിട്ട് കാണും കേട്ടോ, ഇതിന് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ ക്യാറ്റസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഭാഗത്ത്. പക്ഷേ ക്യാറ്റസ് ഒരുപാട് വെറൈറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അതിനിടയിലും കൂടുതലും ബ്രൊമേലിയാഡ്സൊക്കെ ആയിരുന്നു, എന്നാലും ഉണ്ടായിരുന്നു. പിന്നെ ഈ ഇതുണ്ടായിരുന്നു ഡയാന്തസ്, സൂപ്പർബായിരുന്നു കേട്ടോ. ഡയാന്തസ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. അതുപോലെ ഒരു ഡയാന്തസ് വെച്ചിട്ട് നല്ലൊരു ബിഗ് സ്റ്റാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് സൂപ്പറായിരുന്നു. അതുപോലെ എല്ലാവരും നോക്കി നിൽക്കുന്ന ഒരു ഭാഗമായിരുന്നു മൊസാൻഡ. റൗണ്ടിൽ പല കളറിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫുൾ റൗണ്ടിൽ ഓരോ പാറ്റേണായിട്ട് 2-3 കളറ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊക്കെ ആകുമ്പോൾ പിന്നെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പെറ്റൂണിയാസൊക്കെ ഫ്ലവർ കുറവായിട്ട് ഫീൽ ചെയ്തു. അതുപോലെ ബോഗൻവില്ല ഉണ്ടായിരുന്നെങ്കിൽ ഫ്ലവറൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു അറ്റത്ത് കുറച്ചുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അത്ര ഫ്ലവർ ഉണ്ടായിരുന്നില്ല. പിന്നെയുള്ളത് അല്ല, റോസൊക്കെ കുറവായിരുന്നു കേട്ടോ. ഉണ്ടായിരുന്നു, വളരെ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ പോയിൻസെറ്റി ഉണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അത് നല്ല ഭംഗിയായിരുന്നു. റെഡ് കളറ് ക്യാമറയിൽ നമുക്ക് അത്രയും എടുക്കുമ്പോൾ ആ കളറ് കിട്ടത്തില്ല, അത്രയ്ക്ക് ഭംഗിയായിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. പീച്ച്, ഒരു ലൈറ്റ് പിങ്ക്, റെഡ് ഷെയ്ഡൊക്കെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് എപ്പോഴും പിന്നെ ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യും. കുറേ ലില്ലി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, വലിയ ബിഗ് ഫ്ലവേഴ്സ് ആയിരുന്നു, പക്ഷേ എല്ലാം വാടി നിൽക്കുമായിരുന്നു. ലാസ്റ്റ് ഡേ ഒക്കെ ആയതുകൊണ്ടായിരിക്കും ഫ്ലവേഴ്സിനൊരു വാട്ടമൊക്കെ ആയിരുന്നു. പിന്നെ ഉള്ളത് ഡയാന്തസ് ഒരുപാടുണ്ടായിരുന്നു. സീനിയ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല പല കളറിൽ നല്ല രസമുണ്ടായിരുന്നു സീനിയ ഫ്ലവേഴ്സൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയാന്തസ്, പോയിൻസെറ്റിയ, മൊസാൻഡ, പിന്നെ ബ്രൊമേലിയാഡ്സ്. പിന്നെ ലാസ്റ്റ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. വെർട്ടിക്കലായിട്ടൊക്കെ ഇഷ്ടംപോലെ ഓർക്കിഡ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. റോസ് വളരെ കുറവാണ് എനിക്ക് ഫീൽ ചെയ്തത്. കൂടുതലും ബ്രൊമേലിയാഡ്സൊക്കെയാണ് ഒരുപാട്. അതുപോലെ ഫേണൊക്കെ നല്ല വലിപ്പമുള്ളതുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ആ പോണ്ടിനൊക്കെ ചുറ്റും കുറച്ച് ഫേണുണ്ടായിരുന്നു. ബ്രൊമേലിയാഡ്സൊക്കെ ആയിരുന്നു കൂടുതലും, മിക്കയിടത്തും ഉണ്ടായിരുന്നു. റോസ് നമുക്ക് അത്രയ്ക്കൊരു സാധാരണ ഒരു നഴ്സറി പോകുമ്പോൾ കാണുന്ന ഒരു റോസിൻ്റെ ഫീലേ കിട്ടിയുള്ളൂ. നമുക്കൊരു ഫ്ലവർ ഷോയുടെ ഫീൽ അത്രയ്ക്ക് കിട്ടിയില്ല റോസൊന്നും അറേഞ്ച് ചെയ്തിരിക്കുന്നതിൽ. ഫ്ലവർ ഷോയിൽ നമുക്ക് ഏറ്റവും നല്ല ഭംഗിയായിട്ട് തോന്നിയ മൊസാൻ്റെയും പോയിൻസെറ്റിയും ഡയാന്തസും തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫ്ലവേഴ്സും ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഒരു ചെറിയ ചെടിയാണെങ്കിലും മതിയല്ലോ അല്ലേ. കുറേ കണ്ടു കേട്ടോ. പിന്നെ 6th അവർ രാവിലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ലാസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ 6th ജനുവരിയിൽ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അവിടെ പോയി ഡയറക്റ്റ് പോയി വാങ്ങാം. ഞാൻ എൻജോയ് ചെയ്തു കേട്ടോ. എനിക്ക് ചെടികളെ ഇഷ്ടമായതുകൊണ്ട് തന്നെ എൻജോയ് ചെയ്തു. എന്നാലും മുമ്പത്തെ വർഷത്തെ അത്ര എനിക്ക് ഫീൽ ചെയ്തില്ല, അത്രയേ ഉള്ളൂ.